എന്തും സംഭവിക്കാം, തയ്യാറായിരുന്നു കൊള്ളൂ. ജൂതരോട് ആജ്ഞാപിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം തന്നെയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. ടെഹ്റാന്റെ തല കത്തിക്കും, അതോടൊപ്പം ജൂതരെ സുരക്ഷിതരാക്കുകയും വേണം. ഇറാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ. നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് നവീകരിച്ച ഭൂഗർഭ അറകൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ഇസ്രയേൽ സൈന്യം കനത്ത സുരക്ഷ ഒരുക്കുന്നത്. ജനങ്ങൾക്കും സുരക്ഷിത സ്ഥാനങ്ങൾ തയ്യാറാക്കുകയാണ് സൈന്യം. ദീർഘകാലം താമസിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന് എല്ലാത്തരം ആയുധങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത്. അതായത് ഇസ്രയേൽ സജ്ജരായി നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധത്തിന് തുടക്കം കുറിക്കാം. പലസ്തീൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി സ്വയം പ്രതിരോധത്തിന്റെ ഭാഷയിലേക്ക് ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. യുദ്ധത്തിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസവും അദ്ദേഹം മുറുകെ പിടിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഭയക്കാനുള്ളത് മറ്റു ചില കാര്യങ്ങളിലാണ്. പ്രബലരായ രണ്ട് തുല്യ ശക്തികൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇരു കൂട്ടരുടെയും കൈകളിലുള്ളത് മാരകായുധങ്ങളാണ്, ലോകം തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളവ. ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ ലോകം തന്നെ ഇല്ലാതായി പോകും. എന്തായിരിക്കും ഇറാന്റെ ആക്രമണ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ടെഹ്റാനിൽ പലയിടത്തായി ചാരന്മാരെ ഇറക്കിയിരിക്കുകയാണ്. യുദ്ധത്തിൽ ഇവരുടെ നീക്കം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. ഇസ്രയേലിന്റെ നിലനിൽപ്പ് നോക്കിയും ജൂതരെ സംരക്ഷിച്ചുകൊണ്ടും വേണം ഇസ്രയേലിന് യുദ്ധം ചെയ്യാൻ. ഇസ്രയേലിന് കരുത്തു പകരാൻ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും ഒക്കെ അയച്ചിട്ടുണ്ട്. ഇറാനുമായി അഭിപ്രായ വ്യത്യാസമുള്ള അറബ് രാജ്യങ്ങൾ പോലും പുതിയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ മടി കാണിക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങളുടെ പൊതുവികാരവും ഇറാൻ ഇപ്പോൾ അനുകൂലമായിരിക്കുകയാണ്. ഇത് അമേരിക്കയോട് അകലം പാലിക്കാൻ അറബ് രാജ്യങ്ങളെ നിർബന്ധിതമാക്കുന്നുണ്ട്. ഇറാൻ ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, വലിയ രീതിയിലുള്ള ദുരന്തത്തിലേക്ക് കലാശിക്കും. പല വൻ ശക്തികളും ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അമേരിക്കൻ ചേരി ഒരു ഭാഗത്തും റഷ്യയും ചൈനയും മറുഭാഗത്തും നിലയുറപ്പിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ ശക്തിയും കൂടും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളാണ് ഇസ്രയേലും ഇറാനും. ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അനവധി യുദ്ധങ്ങൾ ചെയ്ത് പാരമ്പര്യമുള്ള പേർഷ്യൻ പോരാളികളാണ് ഇറാൻ. ഇറാനിലേക്ക് സൈന്യത്തെ അയച്ച് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക അത്ര നിസ്സാരമായ ഒരു കാര്യവുമല്ല. ഭൂമിശാസ്ത്രപരമായ ഘടനയും ഇറാൻ അനുകൂലമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുക. രാഷ്ട്രീയ സ്വാധീനവും സൈനിക ശേഷിയും ഇന്റലിജൻസ് മികവുമാണ് ഇസ്രയേലിന്റെ കരുത്ത്. സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ള പോരാളികളായ ജനതയാണ് ഇറാന്റെ പ്രധാന കരുത്ത്. നിലവിൽ ആണവ രാഷ്ട്രമല്ലെങ്കിലും നിരവധി ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട്. ഇതിനു പുറമെ സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയും ഇറാനുണ്ട്. അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് തോത് വലിയ രൂപത്തിലാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലിന്റെ കരുത്ത് എടുത്തുകാട്ടിയാൽ രാഷ്ട്രീയ സ്വാധീനം, സൈനിക ശേഷി, ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേലിൽ 1,70,000 സജീവ സൈനികരും 4,65,000 റിസർവ് സൈനിക വിഭാഗവുമുണ്ട്. 1,376 ടാങ്കുകളും 43,407 കവചിത വാഹനങ്ങളും 650 പീരങ്കികളും 150 റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രയേലിനുണ്ട്. ഇതുകൂടാതെ ലോകത്തെ പല രാജ്യങ്ങൾക്കും വ്യക്തമാകാത്ത രീതിയിലുള്ള ആയുധങ്ങളും ശേഷിയും ഇസ്രയേലിനുണ്ട്. ലോകത്തിലെ ഏറ്റവും ആധുനികമായ സേനകളിലൊന്നാണ് അവരുടെ എയർഫോഴ്സ്. ആധുനിക F-35 പോർ വിമാനങ്ങളടക്കം ഇസ്രയേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ്. പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രയേലിനുണ്ട്.
612 യുദ്ധവിമാനങ്ങളാണ് ഉള്ളത്. 500 മെർക്കാവ ടാങ്കുകളാണ് ഇസ്രയേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത്. മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുൻപേ തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രയേലിന്റെ കരുത്താണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിന്റെ കൈവശം 80 ആണവ ബോംബുകൾ ഉണ്ടെന്നാണ്. ഇതിൽ 30 എണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളാണ്. ബാക്കി 50 എണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവയാണ്. ആണവശക്തിയാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രയേലിന് ഈ കരുത്ത് പ്രകടിപ്പിക്കാനാവില്ല. എങ്കിലും അതിർത്തികൾക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രയേലിന്റെ ആണവായുധ ശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാകുകയും ചെയ്യും. 1996 ടാങ്കുകളും 65,765 കവചിത വാഹനങ്ങളും 580 പീരങ്കികളും 775 റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലുണ്ട്. 551 യുദ്ധവിമാനങ്ങളും 186 ആക്രമണ വിമാനങ്ങളുമുണ്ട്. മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഖൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലകളിലുള്ള US ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നായിരുന്നു വാദം. കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചു. ഫതാഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏതു ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫതാഹ് വികസിപ്പിച്ചിരിക്കുന്നത്. റഡാറുകളെ പോലും വെട്ടിച്ച് ശത്രുരാജ്യത്ത് പറന്നു കയറി വ്യാപക നാശനഷ്ടം വിതയ്ക്കാൻ ശേഷിയുള്ള 10,000-കണക്കിന് ഡ്രോണുകൾ ഇറാന്റെ കൈവശമുണ്ട്. ലോകത്തേത് രാജ്യത്തും കടന്നുകയറി ആക്രമിക്കാൻ ശേഷിയുള്ള ചാവേറുകൾ കൂടിയാകുമ്പോൾ ഇറാന്റെ പോർമുഖത്തെ വില കുറച്ചു കാണാൻ ഇസ്രയേലിനും കഴിയില്ല. അതായത് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് കൈവിട്ടു പോകാൻ തന്നെയാണ് സാധ്യത. തുല്യശക്തികൾ തന്നെയാണ് പോരിനിറങ്ങുന്നത്. ഇസ്രയേലിന്റെ ഭാഗത്ത് അമേരിക്ക കൂടി വരുന്നതോടെ സർവനാശമായിരിക്കും ഇറാനെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.